തെളിവ് സഹിതം പറയാം. ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഒഫീഷ്യൽ സൈറ്റിലെ റെക്കോർഡാണ് നമ്മുടെ തെളിവെന്ന് പറയുന്നത്. ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ സൈറ്റിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതേ സാധനത്തിന്റെ കട്ട് ആൻഡ് കോപ്പി വെച്ചാണ്. കേരള നിയമസഭ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ഇതല്ല. ഒരു തവണ പോലും കേരളത്തിൽ മന്ത്രിയാകാത്ത വ്യക്തി 2001 മുതൽ തുടർച്ചയായി 6ാം തവണ ഇത്തവണ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെടുന്നു. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സൈലം PSCയുടെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ ഏറ്റവും ഹോട്ട് ടോപ്പിക് എന്ന് പറയാം, നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ഹോട്ട് ടോപ്പിക്കാണ് നമ്മുടെ 16ാം കേരള നിയമസഭയുടെ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ മന്ത്രിസഭയുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ അടിച്ച് പൊളിച്ച് സെറ്റാക്കാൻ പോകുന്നത്. നോക്കണേ നിങ്ങൾ. അപ്പോൾ മെയ് മാസം 20-ാം തീയതി ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മന്ത്രിസഭയുടെ കംപ്ലീറ്റ് ലിസ്റ്റ് ഒഫീഷ്യലി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർ കൈമാറിയത്. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഗസറ്റിലുള്ള ആ കംപ്ലീറ്റ് കണ്ടന്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഒഫീഷ്യൽ റെക്കോർഡ് പ്രകാരം ഏതൊക്കെ മന്ത്രിമാർക്കാണ് ഏതൊക്കെ വകുപ്പ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. നമുക്ക് 16ാം കേരള നിയമസഭ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ എത്രാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത്, 2026 നടന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ എത്രാമത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന് ചോദിച്ചാൽ അപ്പം എത്രാമതാ? അത് 17ാമത്തെ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ 17ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത്. അത് അങ്ങനെ പിന്നെ 16 നിയമസഭ വരുന്നത് 17 വരേണ്ടത് എന്ന് ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് കേരളത്തിൽ 1965 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ ആ ഒരു സഭയെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ 17 തവണ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിലും നിയമസഭ രൂപീകരിക്കപ്പെട്ടത് എത്ര ആയിട്ടുള്ളൂ? 16 മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ എത്രാമത്തെ തെരഞ്ഞെടുപ്പാണ് 2026 അരങ്ങേറിയത് എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആൻസർ ചെയ്യണം. അത് 17ാമത്തെ തെരഞ്ഞെടുപ്പും. എന്നാൽ എത്രാമത്തെ നിയമസഭയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ വന്നത് 16ാം കേരള നിയമസഭയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. ഇനി എന്നാണ് ഈ പറയുന്ന 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2026 കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലേ. അപ്പോൾ 2026 കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തെന്ന് ഫലപ്രഖ്യാപനം വന്നതെന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2026 മെയ് മാസം 4-ാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്, ഫലപ്രഖ്യാപനം വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാർ VD സതീശൻ അടങ്ങുന്ന 21 മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2026 കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം 18-ാം തീയതിയാണ് ഈ പറയുന്ന 21 മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേര് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം ആകെ എത്ര മണ്ഡലങ്ങളിലേക്കാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ളത് ആകെ മൊത്തം 140 നിയോജക മണ്ഡലങ്ങളാണ്. ആ 140 നിയോജക മണ്ഡലങ്ങളിൽ പട്ടികജാതി മണ്ഡലങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ SC റിസർവ്ഡ് സീറ്റ് എത്ര എന്ന് ചോദിച്ചാൽ അത് 14 എണ്ണമാണ്. അങ്ങനെയെങ്കിൽ പട്ടികവർഗം ഏതാണ്, ST അല്ലെങ്കിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 2 എണ്ണം. അത് സുൽത്താൻ ബത്തേരി, മാനന്തവാടി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സുൽത്താൻ ബത്തേരിയും അതുപോലെ തന്നെ മാനന്തവാടിയും അല്ലേ. ഇനി നമുക്ക് നോക്കിയേ ഈ 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ എത്ര പേർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറയണം അത് 2,71,42,952 വോട്ടർമാർ അല്ലേ. അപ്പോൾ എത്രയാ? 2,71,42,952 പേർക്കാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. ഈ 2,71,000,000 ഇത്രയും സംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് വനിതാ വോട്ടർമാരാണ്. വനിതാ വോട്ടർമാർ എത്ര പേരാ? 1,39,21,868 പേർ വനിതാ വോട്ടർമാരും. പുരുഷ വോട്ടർമാർ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,32,20,800 പേർ. അപ്പോൾ ഇന്നൊരു കാര്യം മനസ്സിലാക്കാം, ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വനിതാ വോട്ടർമാരാണ് കൂടുതൽ. ഏകദേശം 7 ലക്ഷത്തിൻ്റെ വ്യത്യാസം പുരുഷ വോട്ടർമാരും അല്ലെങ്കിൽ വനിതാ വോട്ടർമാരും പുരുഷ വോട്ടർമാരും തമ്മിൽ ഉണ്ട് എന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു.
ട്രാൻസ്ജെൻഡർ എത്ര പേരാണ്, എത്ര ഭിന്നലിംഗ വിഭാഗക്കാർക്ക് വോട്ടവകാശമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 273 ഭിന്നലിംഗ വോട്ടർമാരുണ്ടെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ കന്നി വോട്ടർമാർ, ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം, കന്നി വോട്ടർമാരുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4,66,408 പേരാണ് കന്നി വോട്ടർമാർ, ആദ്യമായിട്ട് വോട്ടിങ്ങിലോട്ട് വരുന്നവർ. ഇനി ഇത്തവണ കന്നി വോട്ടർമാർക്ക് ജിലേബി കൊടുത്ത് സ്വീകരിക്കണം, ജിലേബി അല്ലല്ലോ, നമ്മുടെ ഹൽവ കൊടുത്ത് സ്വീകരിക്കണമെന്നാണ്, മധുരം കൊടുത്ത് സ്വീകരിക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക നിർദ്ദേശം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹൽവ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നോക്കാം, ഉള്ളവരെന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നോക്കി, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലം ഏത്, അല്ലെങ്കിൽ ആ ജില്ല ഏത്, മണ്ഡലം ഏത് നമ്മൾ അറിയണം. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം അത് തിരൂർ മണ്ഡലം, മലപ്പുറം ജില്ലയിലെ തിരൂർ മണ്ഡലമാണെങ്കിൽ ജില്ല മറ്റാരുമല്ല, അത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയും, മണ്ഡലമാണ് ചോദിക്കുന്നതെങ്കിൽ അത് തിരൂർ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അങ്ങനെയെങ്കിൽ ഏറ്റവും കുറവ് വോട്ടർമാർ, ഏറ്റവും കുറച്ച് പേർ വോട്ട് രേഖപ്പെടുത്തിയത്, അല്ലെങ്കിൽ വോട്ടർമാരുള്ള മണ്ഡലം, കുറച്ച് പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നല്ല, ഏറ്റവും കുറച്ച് വോട്ടർമാരുള്ള ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണെങ്കിൽ, മണ്ഡലമാണ് ചോദിക്കുന്നതെങ്കിൽ അത് എറണാകുളമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറം ജില്ലയിലാണ്, ഏറ്റവും കുറച്ച് വോട്ടർമാരുള്ളത് ഈ പറയുന്ന വയനാടാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലമാണ് ചോദിക്കുന്നതെങ്കിൽ, കൂടുതലാണെങ്കിൽ അത് മലപ്പുറം ജില്ലയിലെ തിരൂരാണെങ്കിൽ, കുറവാണെങ്കിൽ അത് എറണാകുളമാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ്, ആകെ പോളിംഗ് ശതമാനം, ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജ്. ഒരുപാട് തപ്പിയിട്ടാണ് നമ്മളൊരു ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ ആകെ പോളിംഗ് ശതമാനം 79.63%. ഇത് 2021 പോളിംഗ് പെർസെൻറ്റേജിനേക്കാൾ കൂടുതലാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ 79.63, 79 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടും 79.63 അല്ലേ, 63. ഈ 6ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 9 തന്നെ കിട്ടും. അപ്പോൾ 79.63% ആകെ പോളിംഗ് ശതമാനം. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ജില്ല ഏത്, മണ്ഡലം ഏതെന്ന് അറിയണം. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയാണ്, 81.35. ആ ശതമാനം പഠിക്കണമെന്നില്ല, ജില്ലകളുടെ ശതമാനം പഠിക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാനിവിടെ കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ജില്ല ഏതെന്ന് വെച്ചാൽ അത് കോഴിക്കോട് ജില്ലയും, ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ജില്ല അത് പത്തനംതിട്ട ജില്ലയുമാണ്, ഏകദേശം 70% ഉള്ളൂ. ഇനി മണ്ഡലമാണ് ചോദിക്കുന്നതെങ്കിൽ അത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലമാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലമാണ് ചോദിക്കുന്നതെങ്കിൽ അത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം മണ്ഡലവും, ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയാണ്. അപ്പോൾ ജില്ലയും മണ്ഡലവും ഒരു സ്ഥലം തന്നെ. കുറവ് പോളിംഗ് ശതമാനമുള്ള ജില്ല പത്തനംതിട്ട, മണ്ഡലമാണെങ്കിൽ അത് റാന്നി, അത് പത്തനംതിട്ടയിലാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. അത് 68.98% ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ആ ശതമാന കണക്ക് വേണമെന്നില്ല, ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജ് നോക്കി വെച്ചേക്കുക 79.63. ഞാൻ വീണ്ടും പറയുന്നു, വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാം 16ാം കേരള നിയമസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അടുത്തലോട്ട് പോവാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇത്തവണ നടന്ന 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് ഏത് മണ്ഡലത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ അത് കൊടുവള്ളി, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ആ മണ്ഡലത്തിൽ 13 പേരാണ് മത്സരിച്ചത്. ആ 13 പേരിൽ വിജയിയായി വന്നത് മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവ് പി കെ ഫിറോസ് ആണ് അവിടെ എന്ത് കൊടുവള്ളിയിൽ വിജയിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലമേത് എന്ന് ചോദിച്ചാൽ പറയണം ഏതാണ്, അത് കൊടുവള്ളി നിയോജക മണ്ഡലമാണ്. 13 പേര് മത്സരിക്കുന്നുണ്ട്. അവിടുത്തെ നിലവിലെ MLA വിജയിച്ചത് പി കെ ഫിറോസ് ആണ്. ഇനി ഭൂരിപക്ഷത്തിലേക്ക് നമുക്ക് വരാം. കേരള നിയമസഭ ഈ നിമിഷം വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് MLA ആയി കടന്നു വരുന്നത് അത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. മലപ്പുറം മണ്ഡലത്തിൽ നിന്നും 85,327 വോട്ടുകൾ. അറിയണം നിങ്ങൾ, ഇതിനു മുൻപ് KK ശൈലജ മട്ടന്നൂർ മണ്ഡലമായിരുന്നു ഏറ്റവും ഹയസ്റ്റ് കഴിഞ്ഞ വർഷം. അതിനെയാണ് ആര് ബ്രേക്ക് ചെയ്തത്? PK കുഞ്ഞാലിക്കുട്ടി ബ്രേക്ക് ചെയ്യുന്നത്. ഇതുവരെയുള്ള കേരള നിയമസഭ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് MLA ആയി കടന്നു വരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ എൻട്രിയാണ്. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം, കേരള നിയമസഭ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം 85,327 വോട്ടുകൾ. അങ്ങനെയെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിൽ കടന്നു വരുന്നത് കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഒന്നാം
ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന സി രവീന്ദ്രനാഥ് മണലൂർ മണ്ഡലം, തൃശ്ശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലത്തിൽ നിന്നും സി രവീന്ദ്രനാഥ് വിജയിച്ചു കയറുന്നത് വെറും 126 വോട്ടുകൾക്കാണ്. ടി എൻ പ്രതാപനുമായുള്ള വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് ഈ പറയുന്ന സി രവീന്ദ്രനാഥ് മണലൂർ മണ്ഡലത്തിൽ 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. എന്നാൽ കേരള നിയമസഭ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ഇതല്ല. അത് 5 വോട്ടിന് ഒരാൾ വിജയിച്ചിട്ടുണ്ട്. അത് എ അസീസ് 5 വോട്ടിന് വിജയിച്ചു. എ അസീസ് ഇരവിപുരം മണ്ഡലം കൊല്ലം ജില്ലയിലെ ഇരവിപുരം മണ്ഡലത്തിൽ നിന്നും എ അസീസ് വിജയിക്കുന്നത് വെറും 5 വോട്ടുകൾക്കാണ്. 2001 തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ ഇരവിപുരം മണ്ഡലത്തിൽ എ അസീസ് വിജയിക്കുന്നത് 5 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ഓക്കെ, അപ്പോൾ എന്നാൽ കുഞ്ഞാലിക്കുട്ടി അങ്ങനെയല്ല, അത് ഓൾ ടൈം ഹയസ്റ്റ് റെക്കോർഡാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. ഇനി പ്രായം കൂടിയ അംഗമാര്, പ്രായം കുറഞ്ഞ അംഗമാര്. 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമായിട്ട് കേരള നിയമസഭയിലേക്ക് കടന്നു വരുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, കേരളത്തിൽ 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയനാണ്. പിണറായി വിജയൻ ധർമ്മടം മണ്ഡലം, കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു. 82 വയസ്സാണ് പിണറായി വിജയന്റെ പ്രായം. 82 വയസ്സാണ് പ്രായം എന്ന കാര്യം ഓർക്കുക. പ്രായം കൂടിയ അംഗം പിണറായി, പ്രായം ചോദിക്കത്തില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിണറായി വിജയൻ ധർമ്മടം മണ്ഡലം. ഇനി ഏറ്റവും കൂടുതൽ കുറേ ആൾക്കാർ ഒരുപാട് ടെൻസ്ഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാര് എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് തെളിവ് സഹിതം പറയാം. തെളിവെന്ന് പറയുന്നത് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഒഫീഷ്യൽ സൈറ്റിലെ റെക്കോർഡാണ് നമ്മുടെ തെളിവെന്ന് പറയുന്നത്. ശരിയല്ലേ? ഇലക്ഷൻ കമ്മീഷൻ എന്താണോ കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മുടെ തെളിവ്. ശ്രദ്ധിച്ച് കേട്ടോ. ഇത്തവണ ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം 2 പേർക്ക് 30 വയസ്സാണ് പ്രായം. ഞാൻ വെറുതെ കയ്യിൽ നിന്നിടുന്നതല്ല, കൃത്യമായിട്ട് കണക്ക് സഹിതം പറയാം. AD തോമസും അതുപോലെ തന്നെ VT സൂരജും. ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ സൈറ്റിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതേ സാധനത്തിന്റെ കട്ട് ആൻഡ് കോപ്പി വെച്ചാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയേ, ഇരുവർക്കും പ്രായം 30 വയസ്സ്. ഇരുവർക്കും പ്രായം കൊടുത്തിട്ടുള്ള 30 വയസ്സ്. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്കും ഒഫീഷ്യൽ റെക്കോർഡാണ് എടുക്കുക. ഓക്കെ, ഒഫീഷ്യലി എന്താണോ കൊടുക്കുക അതാണ് നമുക്ക് എടുക്കുക. അത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ AD തോമസും അതുപോലെ തന്നെ VT സൂരജും. AD തോമസ് എന്ന് പറയുന്ന വ്യക്തി ആലപ്പുഴ മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. VT സൂരജ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. 2 പേരുടെയും ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഇരുവർക്കും പ്രായം 30 വയസ്സാണ്. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ AD തോമസിനാണ് VT സൂരജിനേക്കാൾ പ്രായം കുറവ്. നിങ്ങൾ ഓപ്ഷനകത്ത് നോക്കുമ്പോൾ ഓപ്ഷനകത്ത് AD തോമസ്, ഈ 2 പേരെയും പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ 2 പേരെയും പറഞ്ഞില്ലെങ്കിൽ ഓപ്ഷനിൽ AD തോമസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. VT സൂരജ് ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യുക. ഓപ്ഷനിൽ AD തോമസും VT സൂരജും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് AD തോമസിനെ നിങ്ങൾ എടുത്തോളൂ. പക്ഷേ 90% ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്കിവിടെ എന്ത് ചെയ്യാം, ഫൈറ്റ് ചെയ്യാം. കാരണം ഒഫീഷ്യൽ റെക്കോർഡിൽ 30 ആണെന്ന് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം. അപ്പോൾ 2 പേരെയും ചോദിക്കുകയാണെങ്കിൽ, ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ 2 പേരെയും തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, AD തോമസ് എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, പക്ഷേ നിങ്ങൾ VT സൂരജ് എന്ന പേര് മറന്നുകൊണ്ട് നിങ്ങൾ എക്സാമിനേഷനുകൾ പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ നൽകുന്ന ഈ പറയുന്ന കേരള PSC ആൻസറായിട്ട് ഓപ്ഷനിൽ AD തോമസ് ഇല്ല എങ്കിൽ പിന്നെ എടുക്കുക ആരെയായിരിക്കും, VT സൂരജിനായിരിക്കും. അപ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് പ്രകാരം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യൽ സൈറ്റ് പ്രകാരം 30 ആണ് എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാം ഇരുവർക്കും. ഇത് നമ്മൾ കൊടുത്തല്ലേ, ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത സൈറ്റാണേ. യെസ്, അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ AD തോമസിനെയും അതുപോലെ തന്നെ VT സൂരജിനെയും 2 പേരെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, കാണാം. 2 പേരും കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിൻ്റെ യുവാക്കളാണ്. അപ്പോൾ പ്രായം കുറഞ്ഞ അംഗം AD തോമസ് ആലപ്പുഴ, VT സൂരജ് ബാലുശ്ശേരി. ഓക്കെ, ഇനി വനിതാ പ്രാതിനിധ്യം. 16ാം കേരള നിയമസഭയിൽ ആകെ എത്ര വനിതകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 11 പേരാണ്. അപ്പോൾ വനിതാ പ്രാതിനിധ്യം എത്രയാണ് എന്ന് ചോദിച്ച പഠനം എത്രയാണ്, അത് 11 പേരാണ്. അത് 11 പേരാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. കുഞ്ഞാലിക്കുട്ടി കൂടിയ ഭൂരിപക്ഷം, കുഞ്ഞാലിക്കുട്ടിയും കുറഞ്ഞ ഭൂരിപക്ഷം വിജയിച്ച മണലൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നമ്മുടെ പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ കാണാം. കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അടുത്തിലോട്ട് പോവാം നമുക്ക്.
ഇനി സീറ്റ് നിലയിലേക്ക് വരാം. സീറ്റ് നില പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 140 നിയോജക മണ്ഡലങ്ങളാണ്. 102 സീറ്റുമായി UDFും 35 സീറ്റുമായി LDFും 3 സീറ്റുകളുമായി NDAയും BJP 3 സീറ്റുകൾ. ഏതൊക്കെയാ? നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ. ചരിത്രമാണ്. കാരണം കേരള നിയമസഭയിൽ NDAക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന ഇപ്പോഴാണ്. ഇതിനു മുമ്പ് ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ട്, നിയമമായിരുന്നു. മറ്റ് 2 സീറ്റുകൾ അവർ നേടുന്നുണ്ട്, ചാത്തന്നൂരും നിയമം. അത് ഓർത്ത് വെച്ചേക്കാം. 3 സീറ്റ് ആയതുകൊണ്ട് തന്നെ താഴെ പറയുന്നവയിൽ NDA ഭരണം അല്ലെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലാത്ത ഭരണം കാഴ്ചവെക്കുന്ന മണ്ഡലമെന്നോ താഴെ പറയുന്നവയിൽ NDA മുന്നണി ഉൾപ്പെടാത്ത മണ്ഡലമേ എന്നോ ഒക്കെ എന്ത് ചെയ്യാൻ ചോദ്യം വരാം. സ്പോട്ട് ഡി ഓട് വേണമെന്ന രീതിയിൽ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ നേമം, കഴക്കൂട്ടം, ഈ നേമവും കഴക്കൂട്ടവും തിരുവനന്തപുരം ജില്ലയിലാണ്, ചാത്തന്നൂർ കൊല്ലം ജില്ലയിലാണെന്ന കാര്യം ഓർക്കുക. ഇനി ഏറ്റവും വലിയ ഒറ്റകക്ഷി, ദ സിംഗിൾ മെജോറിറ്റി പാർട്ടി ഇൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, INC ആണ്. 63 സീറ്റുകൾ, 63 സീറ്റുകൾ എന്ന കാര്യം ഓർക്കുക. അവർക്കും ഇത് റെക്കോർഡ് നേട്ടമാണ്. അടുത്തതിലോട്ട് വരാം നമുക്ക്. ഇനി നമ്മൾ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് അഴിച്ച് പണിച്ച് അങ്ങോട്ട് തരാൻ പോവാണ്. ചീഫ് വിപ്പ് എന്നൊരു പദവിയുണ്ട് അല്ലേ? 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് ആര് എന്ന് ചോദിച്ചപ്പോഴത് അപ്പു ജോൺ ജോസഫ്. നമ്മുടെ PJ ജോസഫ് സാറിൻ്റെ, പഴയ മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിൻ്റെ PJ ജോസഫ് സാറിൻ്റെ മകനാണ് ഈ പറയുന്ന അപ്പു ജോൺ ജോസഫ്. 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പായി അധികാരം ഏറ്റെടുക്കുന്നു. തൊടുപുഴ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്, തൊടുപുഴ മണ്ഡലം. അങ്ങനെയെങ്കിൽ മണ്ഡലം കൂടെ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന ഇന്നാണ് ഈ പറയുന്ന 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ. ആരാണ് പ്രോടൈം സ്പീക്കർ? ഒരു പുതിയൊരു സഭ, ഒരു നിയമസഭ നിലവിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയൊരു സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ പ്രോടൈം സ്പീക്കർ എന്ന് വിളിക്കുക. ഓക്കെ, ഈ പറയുന്ന MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആർക്ക് മുമ്പിലാ? ഈ പ്രോടൈം സ്പീക്കർക്ക് മുൻപിലായിരിക്കും. ഈ പ്രോടൈം സ്പീക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ആർക്ക് മുമ്പിലാ? പ്രോടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഗവർണർക്ക് മുമ്പ്. ഇന്ന് രാവിലെ മെയ് മാസം 20-ാം തീയതി ഇന്ന് രാവിലെ ഗവർണർക്ക് മുമ്പിൽ G. സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രോടൈം സ്പീക്കർ 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെയാണ് ഈ പറയുന്ന പ്രോടൈം സ്പീക്കറിൻ്റെ റോൾ എന്ന കാര്യം ഓർക്കുക. MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രോടൈം സ്പീക്കർക്ക് മുന്നിലാണ്. അപ്പോൾ എപ്പോഴും പറയുക, സഭയിലെ ഏറ്റവും മുതിർന്ന അംഗത്തെയാണ് പ്രോടൈം സ്പീക്കറായിട്ട് നിയമിക്കേണ്ടതെന്നാണ് വൈപ്പ്. എന്നാൽ ഭരിക്കുന്ന പാർട്ടിക്ക് തീരുമാനിക്കാം ആരെ പ്രോടൈം സ്പീക്കർ ആക്കണമെന്ന്. ഇദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്, മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു, ഇടതുപക്ഷത്തായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ പറയുന്ന സ്വതന്ത്രനായിട്ട് മത്സരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കേരള നിയമസഭയിൽ MLA ആയി കടന്നു വരുന്നുണ്ട്. 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ G. സുധാകരൻ. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ ഈ പറയുന്ന 16ാം കേരള നിയമസഭയിൽ ഇവർ MLA-മാരായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും, ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടന്നാൽ പോലും ഇവിടെ കോൺഗ്രസ്സുകാർക്ക് 102 അല്ലെങ്കിൽ ഈ പറയുന്ന UDF-കാർക്ക് 102 സീറ്റുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ആര് തന്നെയായിരിക്കും വിജയിക്കുക? ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും വിജയിക്കുക. അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്പീക്കറായിട്ട് അവിടെ പരിഗണിക്കാം. അപ്പോൾ കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അത് നിയമസഭയിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ്. 100% ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും എന്ത് ചെയ്യുക? വിജയിച്ച് വരിക. കാരണം 102 സീറ്റ് ഇവിടെ ഉണ്ട്, അപ്പുറത്ത് 35 ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായിട്ട് നമുക്ക് ഉറപ്പിക്കാം. അദ്ദേഹം പ്രധാനം ചെയ്ത മണ്ഡലം ഓർത്ത് വെക്കണം, കോട്ടയമാണ്. സ്പീക്കറുടെ മണ്ഡലം വളരെ പ്രധാനപ്പെട്ടതാണ്. കോട്ടയം മണ്ഡലത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കേരള നിയമസഭയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്ത പോയിന്റ്, ഡെപ്യൂട്ടി സ്പീക്കർ ആര്? 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് ഷാനിമോൾ ഉസ്മാനാണ്. ഒരു വനിതയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കി നിയമിക്കുന്നു. ഷാനിമോൾ ഉസ്മാൻ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആവുന്നു. മണ്ഡലം അരൂർ.
അരൂർ, ആലപ്പുഴ ജില്ലയിലെ അരൂർ മണ്ഡലത്തെയാണ് ആര് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഷാനിമോൾ ഉസ്മാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ചീഫ് വിപ്പ് പറഞ്ഞു, അതുപോലെ തന്നെ പ്രോട്ടേം സ്പീക്കർ പറഞ്ഞു, അതുപോലെ തന്നെ സ്പീക്കറെ പറ്റി പറഞ്ഞു, ഇപ്പോൾ ഇതാ ഡെപ്യൂട്ടി സ്പീക്കറെ പറ്റിയും പറഞ്ഞു. അടുത്ത് നമ്മൾ പോകുന്നത് മന്ത്രിമാരിലേക്കാണ്. അതിനു മുമ്പേ പ്രതിപക്ഷ നേതാവിനെ അറിയണം. കേരളത്തിൻ്റെ 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൻ്റെ 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് അവരോധിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ധർമ്മടം മണ്ഡലമാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. അടുത്തത് കേരള മന്ത്രിസഭ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേർ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന 16ാം കേരള മിനിസ്ട്രിയെ പറ്റിയിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. നോക്കാം, അവിടെ ഗവർണറോടൊപ്പം ഈ പറയുന്ന മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം ഗവർണറോടൊപ്പം ഒരു ചായ സൽക്കാരം ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഒരു ഫോട്ടോ സെഷനാണ്. കംപ്ലീറ്റ് മന്ത്രിമാരെ നിങ്ങൾക്ക് അവിടെ ഒറ്റ ഫ്രെയിമിൽ കാണാം. VD സതീശൻ നിങ്ങൾക്ക് അവിടെ, മുഖ്യമന്ത്രി VD സതീശൻ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. നമുക്ക് നോക്കാം. ആദ്യം പറയേണ്ടത് VD സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ്. ഒരു തവണ പോലും കേരളത്തിൽ മന്ത്രിയാകാത്ത വ്യക്തി. 1996 ആദ്യമായിട്ട് അദ്ദേഹം മത്സരിച്ച് ആദ്യ അംഗത്തിൽ പരാജയപ്പെടുന്നു. മണ്ഡലം ഏതാണ്? ഈ പറയപ്പെടുന്ന എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് 96 മത്സരിക്കുന്നു. അന്ന് ദയനീയമായി പരാജയപ്പെടുന്നു. അതേ മണ്ഡലം അദ്ദേഹത്തെ 2001 മുതൽ തുടർച്ചയായി 6ാം തവണ ഇത്തവണ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെടുന്നു. 5ാം തവണ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനമായി മാറുന്നു. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. UDFന് 100 സീറ്റ് കിട്ടിയില്ല എങ്കിൽ ഞാൻ വനവാസത്തിന് പോകും, എൻ്റെ രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു. ജനങ്ങൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ വനവാസമല്ല കൊടുത്തത്, അദ്ദേഹത്തിന് പട്ടാഭിഷേകമാണെന്ന് കൂടി എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. അത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ. നമുക്ക് അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. VD സതീശൻ, മണ്ഡലം പറവൂർ മണ്ഡലം അല്ലേ, പറവൂർ മണ്ഡലം 2001 മുതൽ തുടർച്ചയായി കേരള നിയമസഭയിലേക്ക് MLA ആയി കടന്നു വരുന്നു. ഈ പറയപ്പെടുന്ന VD സതീശൻ കേരളത്തിൻ്റെ ചരിത്രത്തിലെ 24ാമത്തെ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ ചരിത്രത്തിലെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 13ാമത്തെ വ്യക്തി. ഇതുവരെയുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ 13 വ്യക്തികൾ മാത്രമേ മുഖ്യമന്ത്രിമാരായിട്ടുള്ളൂ. അതിൽ 13ാമനാണ് ഈ പറയപ്പെടുന്ന VD സതീശൻ എന്ന കാര്യം അവിടെ ഓർക്കുക. അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പുകൾ ധനകാര്യം അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകൾ, ധനകാര്യം വളരെ സുപ്രധാനമായിട്ടുള്ള വകുപ്പാണ്. അപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി കൂടിയായിരിക്കുമെന്ന പ്രത്യേകത അവിടെയുണ്ട്. അപ്പോൾ നിയമ വകുപ്പ്, തുറമുഖം, പൊതുഭരണം, ശാസ്ത്ര സാങ്കേതിക മേഖല അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും ഇതിനകത്തെല്ലാം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ധനകാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, നിയമം ഇമ്പോർട്ടൻ്റ് ആണ്, തുറമുഖം ഇമ്പോർട്ടൻ്റ് ആണ്, പൊതുഭരണം അറിയാം, പൊതുഭരണം വലിയ സീനിൽ അറിയാം നമുക്ക്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നതെന്ന കാര്യം ഓർക്കാം. അടുത്തിലോട്ട് പോകുന്നു. VD സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു രംഗമാണ് നിങ്ങൾ ആ കാണുന്നത്. VD സതീശൻ അഥവാ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നാണ് അദ്ദേഹം എന്ത് ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നത്. ഇതിനടുത്തിലോട്ട് പോകുന്നു രമേശ് ചെന്നിത്തല. ഈ മന്ത്രിസഭയിലെ മറ്റൊരു സീനിയർ നേതാവാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വ്യക്തി കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഹരിപ്പാട് മണ്ഡലം, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മണ്ഡലത്തെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ലഭിച്ചതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ. അപ്പോൾ ആഭ്യന്തര വകുപ്പ്, ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ. അദ്ദേഹം ഇതിനു മുൻപും 2011 ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ അന്ന് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. പകുതിക്ക് വെച്ച് ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത് വരികയുണ്ടായി. അപ്പോൾ ഇത് വീണ്ടും അദ്ദേഹം ആഭ്യന്തര വകുപ്പിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. ഈ 21 പേരിൽ 14 പേര് പുതുമുഖങ്ങളാണ്. 21 പേരിൽ 14 പേര് പുതുമുഖങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, VD സതീശൻ ഒരു തവണ പോലും മന്ത്രി ആയിട്ടില്ല. അദ്ദേഹം ഒരു മുഖ്യ പദവിയിലേക്ക് വന്നിട്ടില്ല. VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ളൂ. ഇപ്പോൾ നേരെ കന്റോൺമെൻറ്റ് ഹൗസ് അല്ലേ, കന്റോൺമെൻറ്റ് ഹൗസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക്, അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയാണ് കന്റോൺമെൻറ്റ് ഹൗസ്. അവിടെ നിന്ന് ഇപ്പുറത്തുള്ള ക്ലിഫ് ഹൗസിലേക്കുള്ള യാത്രയാണ് VD സതീശൻ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ VD സതീശൻ്റെ ആ ഒരു ജേണി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്തിലോട്ട് പോകുന്നു. K. മുരളീധരൻ.
കേരളത്തിൽ മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ്, KPCCയുടെ പ്രസിഡന്റാക്കിയിരുന്ന വ്യക്തി, വളരെ സീനിയർ നേതാവാണ്, MBA ഒക്കെ ആയിരുന്നു. അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയ മനുഷ്യനാണ്. K. മുരളീധരൻ. മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. ലഭിച്ച വകുപ്പുകൾ വളരെ സുപ്രധാനം. ആരോഗ്യ വകുപ്പ്, ആയുഷ് വകുപ്പ്. എന്താണ് ആയുഷ് എന്ന് പറയുക? എന്താ ആയുഷ്? ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നൊക്കെയാണ് നമ്മൾ ആയുഷിനെ വിളിക്കുക. ആയുഷ് വകുപ്പ്, പിന്നെ ദേവസ്വം. അപ്പോൾ ആരോഗ്യം, ആയുഷ്, ദേവസ്വം എന്നീ സുപ്രധാനമായിട്ടുള്ള 3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു K. മുരളീധരൻ എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. ഇനി അടുത്തതിലോട്ട് നമുക്ക് പോവാം. ഇനി അതേപറ്റി പറയുമ്പോൾ വളരെ രസകരമായിട്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ് ഗുരുവായൂർ പോകണം. അദ്ദേഹത്തിൻ്റെ പിതാവും വലിയൊരു ഈ പറയുന്ന ഗുരുവായൂർ ഭക്തനായിരുന്നു. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു വാർത്ത എനിക്ക് ഓർമ്മയുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ 1-ാം തീയതി ഗുരുവായൂർ പോകും. അപ്പോൾ അതുകൊണ്ട് കൂടി ആവണം ദേവസ്വം വകുപ്പ് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് കൊടുത്തത്? ആരോഗ്യമേഖല, ആയുഷ്, ദേവസ്വം എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. ഇനി സണ്ണി ജോസഫ്, നിലവിൽ KPCCയുടെ അധ്യക്ഷനാണ് സണ്ണി ജോസഫ്. പേരാവൂർ, കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പുകളാകട്ടെ വളരെ സുപ്രധാനമാണ്. വൈദ്യുതി വകുപ്പ്, പരിസ്ഥിതി. വൈദ്യുതി വകുപ്പ്, പരിസ്ഥിതിയൊക്കെ ചോദിക്കാം. പാർലമെൻ്ററി അഫേഴ്സ്. അപ്പോൾ പരിസ്ഥിതി, വൈദ്യുതി, പാർലമെൻ്ററി കാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു ഈ പറയുന്ന സണ്ണി ജോസഫ്. അടുത്തതിലോട്ട് പോവാം. PK കുഞ്ഞാലിക്കുട്ടി. ഇതിനു മുൻപ് മന്ത്രിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ്, MB ആയിരുന്ന വ്യക്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി. മണ്ഡലം മലപ്പുറമാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രിയായപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു വ്യവസായം. കാരണം അദ്ദേഹം ഇതിനു മുൻപും വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. വാണിജ്യം, അതുപോലെ തന്നെ വ്യവസായം, വിവര സാങ്കേതിക വിദ്യ അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി, IT വകുപ്പ്, നിർമ്മിത ബുദ്ധി വളരെ പ്രധാനം, നിർമ്മിത ബുദ്ധി AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി, ഖനനം മൈൻ, അതുപോലെ തന്നെ ജിയോളജി വകുപ്പ്, കൈത്തറി, ടെക്സ്റ്റൈൽസ്, കൈത്തറി, ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു PK കുഞ്ഞാലിക്കുട്ടി. ഇവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതൽ IT ചോദിക്കാം, AI ചോദിക്കാം, വ്യവസായം ചോദിക്കാം. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ്. വ്യവസായം, വാണിജ്യ വ്യവസായം, വിവര സാങ്കേതിക വിദ്യ, ദെൻ AI. ഇതാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. AI മിനിസ്റ്റർ ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. AP അനിൽകുമാറും ഇതിനു മുൻപ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന മണ്ഡലം വണ്ടൂരാണ്. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ മണ്ഡലത്തെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നു. റവന്യൂ ആണ്, ലാൻഡ് റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ K. രാജൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പായിരുന്നു ആ ഒരു റവന്യൂ വകുപ്പ്. ആ വകുപ്പ് AP അനിൽകുമാർ കൈകാര്യം ചെയ്യുന്നു. റവന്യൂ വകുപ്പ് AP അനിൽകുമാർ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ N. ഷംസുദ്ദീൻ കേരളത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്ലേ? കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഹജ്ജ്, വഖഫ്, ന്യൂനപക്ഷേമം, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ്. N. ഷംസുദ്ദീനാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഹജ്ജ്, വഖഫ്, ന്യൂനപക്ഷേമം. കഴിഞ്ഞ മന്ത്രിസഭയിൽ V. ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഇദ്ദേഹത്തിലേക്ക് എത്തുന്നത്, പൊതുവിദ്യാഭ്യാസം. അദ്ദേഹത്തിൻ്റെ മണ്ഡലം മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മണ്ഡലത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അപ്പോൾ ഷംസുദ്ദീനാണ് പൊതുവിദ്യാഭ്യാസം. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തത് റോജി M. ജോൺ ആണ്. റോജി M. ജോണിനെ പറ്റി പറയുമ്പോൾ അങ്കമാലി മണ്ഡലം, എറണാകുളം ജില്ലയിലെ അങ്കമാലി മണ്ഡലത്തെയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കണേ, ഉന്നത വിദ്യാഭ്യാസമാണ് വകുപ്പ്. പൊതുവിദ്യാഭ്യാസം N. ഷംസുദ്ദീൻ ആണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ആരാണ്? അത് റോജി M. ജോൺ ആണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പൊതുവിദ്യാഭ്യാസമാണെങ്കിൽ അത് N. ഷംസുദ്ദീനും, ഉന്നത വിദ്യാഭ്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ അത് അങ്കമാലി MLA ആയിട്ടുള്ള റോജി M. ജോണിനാണ് ലഭിച്ചത് എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തിലോട്ട് പോകുന്നു. M. ലിജു, കായംകുളം മണ്ഡലം, ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് MLA ആയി കടന്നു വരുന്നു M. ലിജു. വകുപ്പുകൾ വളരെ സുപ്രധാനപ്പെട്ട വകുപ്പുകളാണ്. സഹകരണം, എക്സൈസ്, കോഓപ്പറേഷൻ അഥവാ സഹകരണ വകുപ്പും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പും കൈകാര്യം ചെയ്യുന്നു ആര്? M. ലിജു, കായംകുളത്തു നിന്നുള്ള MLA. സെറ്റാണ്. അടുത്തിലോട്ട് പോകുന്നു. ബിന്ദു കൃഷ്ണ അല്ലേ? കൊല്ലം ജില്ലയിൽ നിന്നുള്ള അംഗമാണ് ബിന്ദു കൃഷ്ണ. വനിതാ പ്രാതിനിധ്യമാണ്. 2 വനിതകൾ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് 2 വനിതകളുണ്ട്. ആ 2 വനിതകൾ, ഒരു വനിതയാണ് ഈ പറയപ്പെടുന്ന ബിന്ദു കൃഷ്ണ. വളരെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവാണ് കൊല്ലത്ത് നിന്നുള്ള ബിന്ദു കൃഷ്ണ. ഒരു വനിതയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വകുപ്പ് ഏതാണ്? വനിതാ ശിശുക്ഷേമം, തൊഴിൽ, ക്ഷീരവികസനം. അപ്പം വനിതാ ശിശുക്ഷേമം, തൊഴിൽ, അതുപോലെ തന്നെ ക്ഷീരവികസനമാണ് ആരുടെ മേഖല? ബിന്ദു കൃഷ്ണയുടെ മേഖല. മണ്ഡലം കൊല്ലം ജില്ലയെ റെപ്രസെന്റ് ചെയ്യുന്നു. കൊല്ലം മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യുന്നു ബിന്ദു കൃഷ്ണ. വനിതാ ശിക്ഷേമം, തൊഴിൽ. വനിതകൾക്ക് ഇപ്പോൾ ആവശ്യം എന്താണ്? തൊഴിലാണ്. സ്വന്തമായിട്ട് ഒന്ന് നിൽക്കണമെങ്കിൽ എന്ത് വേണം? 10 കാശ് കയ്യിൽ വേണം. അപ്പോൾ തൊഴിൽ, ഒരു സ്വയം പര്യാപ്ത കൈവരിക്കണമെങ്കിൽ എന്ത് വേണം?
തൊഴിൽ വേണം അല്ലേ? അപ്പോൾ വനിതാ ശിക്ഷേമം, തൊഴിൽ, പിന്നെ ക്ഷീരവികസനം. ആര്? ബിന്ദു കൃഷ്ണയാണ്. ടി സിദ്ദിഖ് കൽപ്പറ്റ, വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് ടി സിദ്ദിഖ്. അദ്ദേഹത്തിൻ്റെ മേഖല കൃഷിയാണ്. അപ്പോൾ കൃഷിയാണ് മേഖല. ടി സിദ്ദിഖിൻ്റെ മേഖല കൃഷിയാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. ടി സിദ്ദിഖ് കൽപ്പറ്റ, വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലം കൃഷിയാണ്. കഴിഞ്ഞ വർഷം P പ്രസാദ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് ആരിലേക്ക് വരുന്നത്? ടി സിദ്ദിഖിലേക്ക് വരുന്നു, കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ഇനി PC വിശ്വനാഥ്, വളരെ സീനിയർ ആയിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവാണ്, യുവാക്കളുടെ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്നു. PC വിശ്വനാഥ്, മണ്ഡലം കുണ്ടറ മണ്ഡലം, കൊല്ലം ജില്ലയിലെ. അപ്പോൾ കൊല്ലത്തിൻ്റെ 2 മന്ത്രിയായി, കുണ്ടറയിൽ നിന്നും PC വിശ്വനാഥും ബിന്ദു കൃഷ്ണയും 2 മന്ത്രിമാരുള്ള മണ്ഡലം കൂടിയാണ് ഈ പറയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം കൂടി എന്ന് ഓർക്കുക. അപ്പോൾ PC വിശ്വനാഥ് മണ്ഡലം കുണ്ടറയാണ്. സാംസ്കാരികം, ടൂറിസം, സിനിമ, വളരെ സുപ്രധാനപ്പെട്ട വകുപ്പുകളാണ് അല്ലേ? സാംസ്കാരിക വകുപ്പ്, അതുപോലെ തന്നെ ടൂറിസം വകുപ്പ്, സിനിമ വകുപ്പ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു PC വിശ്വനാഥ്. അങ്ങനെയെങ്കിൽ ഈ മന്ത്രിസഭയിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ആദ്യമായിട്ട് MLA ആവുന്നു. ആദ്യ അവസരത്തിൽ തന്നെ കേരള നിയമസഭയിലേക്ക് മന്ത്രിയായി കടന്നു വരുന്നു. ചെറിയ കാര്യമല്ല. 37 വയസ്സ് മാത്രം പ്രായമുള്ള OJ ജനീഷാണ് 16ാം കേരള നിയമസഭയിലെ ഏറ്റവും ഏറ്റവും പ്രായം കുറഞ്ഞ, ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം OJ ജനീഷ്. കൊടുങ്ങല്ലൂരാണ്, കൊടുങ്ങല്ലൂർ മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. യുവാക്കളുടെ പ്രതിനിധിയാണെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. കായിക വകുപ്പ്, യുവജനകാര്യം കൊടുത്തില്ലെങ്കിലേ അതിശയുള്ളൂ. യുവാവാണ്, അപ്പോൾ യുവജനകാര്യം, യുവാക്കളാണ് കൂടുതൽ കായികത്തിൽ ഏർപ്പെടുക, അപ്പോൾ കായികം കൊടുക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പ്, മ്യൂസിയം, പുരാവസ്തു, മൃഗശാല. ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. കായികം ചോദിക്കാം, യുവജനകാര്യം ചോദിക്കാം, അതുപോലെ തന്നെ രജിസ്ട്രേഷനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ യുവാക്കളാണ് കൂടുതൽ കായിക മേഖലയിൽ ഏർപ്പെടുന്നത് അല്ലേ? അപ്പോൾ യുവജനകാര്യം, കായികം, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. OJ ജനീഷാണ്. OJ ജനീഷാണ് ആദ്യമായിട്ട് MLA, ആദ്യമായിട്ട് മന്ത്രിസഭയിലേക്ക്. ചെറിയ കാര്യമല്ല. അടുത്തിലോട്ട് പോകുന്നു. KA തുളസി, ഈ മന്ത്രിസഭയിലെ 2ാമത്തെ വനിതാ പ്രാതിനിധ്യത്തെ പറ്റിയാണ് പറയുന്നത്. KA തുളസി, മണ്ഡലം കോങ്ങാട്, പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മണ്ഡലം. അദ്ദേഹത്തെ അവരുടെ ഈ പറഞ്ഞ VK ശ്രീകണ്ഠൻ, പാലക്കാട് നിന്നുള്ള MP ആണ് VK ശ്രീകണ്ഠൻ. അദ്ദേഹത്തിൻ്റെ പ്രിയതമ കൂടിയാണ്, പത്നി കൂടിയാണ് ഈ പറയപ്പെടുന്ന കോങ്ങാട് MLA ആയ KA തുളസി. ആദ്യമായിട്ട് മന്ത്രിസഭയിലെത്തുന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമം അല്ലേ? അപ്പോൾ പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് KA തുളസി എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. കോങ്ങാട് മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പാലക്കാട് MP ശ്രീകണ്ഠൻ്റെ പ്രിയതമയാണ്, ഭാര്യയാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. അത് കേരള PSയുടെ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഞാൻ അവിടെ പറഞ്ഞതേ ഉള്ളൂ. അടുത്തതിലോട്ട് പോവാം. അടുത്തത് KM ഷാജി, മുസ്ലിം ലീഗിൻ്റെ ഫയർ ബ്രാൻഡ് പൊളിറ്റിക്സ് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഫയർ ബ്രാൻഡ് പൊളിറ്റീഷ്യനായിട്ടുള്ള KM ഷാജി തകർപ്പൻ പ്രസംഗങ്ങൾ കൊണ്ട് നിയമസഭയൊക്കെ കോരിത്തെരിപ്പിച്ച വ്യക്തിയാണെന്നാണ് ഈ പറയുന്ന യുവാക്കളുടെയൊക്കെ നിലപാട്. അവരുടെയൊക്കെ കമൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. തീപ്പൊരി പ്രസംഗനാണ് KM ഷാജി. മണ്ഡലം വേങ്ങര മണ്ഡലം, മലപ്പുറം ജില്ലയിലെ വേങ്ങര മണ്ഡലം. അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പ് തദ്ദേശ സ്വയംഭരണമാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണമാണ് ആരുടെ വകുപ്പ്? KM ഷാജി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് തദ്ദേശ സ്വയംഭരണം. ഓക്കെ, തദ്ദേശ സ്വയംഭരണമാകുന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. KM ഷാജി വളരെ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണ്. തദ്ദേശ സ്വയംഭരണം നമുക്കറിയാം. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതൊക്കെയാണ് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരിക. അതാണ് KM ഷാജി. ദെൻ PK ബഷീർ ഏറനാട്. ഓക്കെ, ഏറനാട് മണ്ഡലം, മലപ്പുറം ജില്ലയിലെ ഏറനാട് മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പൊതുമരാമത്ത് വകുപ്പാണ് PK ബഷീർ എന്ത് ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യുന്നത്. നിയമസഭയിലൊക്കെ വളരെ രസകരമായിട്ടൊക്കെ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ഏറനാട് എന്നുള്ള അംഗമായിട്ടുള്ള PK ബഷീർ. സീതി ഹാജി സാഹിബിൻ്റെ ഈ പറയുന്ന സാമാജികനായിരുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന സീതി സാഹിബിൻ്റെ മകനാണ് ഈ പറയപ്പെടുന്ന PK ബഷീർ. അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ് ഞാൻ കേട്ടു. എൻ്റെ വാപ്പാക്ക് കഴിയാത്തത് എനിക്ക് സാധിച്ചു, എൻ്റെ അച്ഛന് സാധിക്കാത്തത് എനിക്ക് സാധിച്ചു, അച്ഛന് മന്ത്രിയാവാൻ കഴിഞ്ഞില്ല പക്ഷേ എനിക്ക് മന്ത്രിയാവാൻ സാധിച്ചു എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. അതാണ് PK ബഷീർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അടുത്ത് പറയേണ്ടത് V അബ്ദുൽ ഗഫൂറിനെ കുറിച്ചാണ്. അബ്ദുൽ ഗഫൂർ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു ചിലപ്പോൾ നമുക്ക് കളമശ്ശേരി മണ്ഡലം, എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മണ്ഡലത്തെ പ്രദാനം ചെയ്യുന്നു V അബ്ദുൽ ഗഫൂർ.
അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള 2 വകുപ്പുകളാണ് ഫിഷറീസും അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പും. ഈ ഫിഷറീസ് വകുപ്പ് 2 ദിവസമായിട്ട് നമ്മൾ വാർത്താമാധ്യമം കണ്ടതാണ്. ഫിഷറീസ് വകുപ്പിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ചർച്ചയൊക്കെ നമ്മൾ നടന്നതാണ്. ഒടുവിൽ ആ ഫിഷറീസ് വകുപ്പ് ലഭിക്കുന്ന ആർക്കാണ്? VE അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന കളമശ്ശേരി MLAക്കാണ്, അല്ലെങ്കിൽ കളമശ്ശേരി നിന്ന് വിജയിച്ച VE അബ്ദുൽ ഗഫൂറിനാണെന്ന് കാര്യം ഓർക്കുക. അദ്ദേഹം മുൻ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരള നിയമസഭയിലേക്ക് എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നതെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അപ്പോൾ ഫിഷറീസ് മാത്രമല്ല, അതുപോലെ തന്നെ സാമൂഹിക നീതി വകുപ്പും, ഫിഷറീസും അതുപോലെ തന്നെ സാമൂഹിക നീതി വകുപ്പും കൈകാര്യം ചെയ്യുന്നു VE അബ്ദുൽ ഗഫൂർ. അടുത്തിലോട്ട് പോകുന്നു. അനൂപ് ജേക്കബ്, ഇദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു. ഇതിനു മുൻപ് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. അനൂപ് ജേക്കബിൻ്റെ മണ്ഡലം പിറവമാണ്. പിറവം മണ്ഡലത്തെയാണ് അനൂപ് ജേക്കബ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഭക്ഷ്യവകുപ്പ്, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. അപ്പോൾ അനൂപ് ജേക്കബിൻ്റെ വകുപ്പുകൾ ഭക്ഷ്യവകുപ്പ്, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം അഥവാ കൺസ്യൂമർ അഫയേഴ്സ്, അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു അനൂപ് ജേക്കബ്. എറണാകുളം ജില്ലയിലെ പിറവം മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു അദ്ദേഹം. അടുത്തത് ഷിബു ബേബി ജോൺ. കഴിഞ്ഞ ഈ പറയുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും മന്ത്രിയായിരുന്നു ഷിബു ബേബി ജോൺ. ഇപ്പോഴദ്ദേഹം മന്ത്രിയാണ്. ചവറ, കൊല്ലം ജില്ലയിലെ ചവറ മണ്ഡലം. അപ്പോൾ 3 മന്ത്രിയായി കൊല്ലത്തിന്. കൊല്ലം ജില്ലയിലെ ചവറ മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ PC വിശ്വനാഥ് കുണ്ടറ കൊല്ലം ജില്ലയിൽ നിന്നും, നമ്മുടെ ബിന്ദു കൃഷ്ണ, പിന്നെ ഇതാ ഷിബു ബേബി ജോൺ. ചവറ മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഷിബു ബേബി ജോൺ. വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം. അപ്പോൾ വനം, വന്യജീവി സംരക്ഷണം അതുപോലെ തന്നെ നൈപുണ്യ വികസനമാണ് ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. ദെൻ CP ജോൺ. ഓക്കെ, വളരെ നമ്മൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു നേതാവാണ് CP ജോൺ എന്ന് പറയുന്നത്. അപ്പോൾ CP ജോൺ തിരുവനന്തപുരം സെൻട്രൽ നിന്നും മത്സരിച്ച് കേരള നിയമസഭയിലേക്ക് MLA കടന്നു വരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പ് ഗതാഗത വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ KB ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഇദ്ദേഹത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ വനിതകൾക്കെല്ലാം ഈ വരുന്ന ജൂൺ മാസം 15-ാം തീയതി, അടുത്ത മാസം 15-ാം തീയതി വനിതകൾക്ക് സൗജന്യം ബസ് യാത്രയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് മാറുന്നത് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അടുത്തിലോട്ട് വരാം. മോൻസ് ജോസഫ്, അദ്ദേഹം ഇതിനു മുൻപും മന്ത്രിയായിട്ടുണ്ട്. മോൻസ് ജോസഫ് മണ്ഡലം കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് MLA കടന്നു വരുന്നു മോൻസ് ജോസഫ്. വകുപ്പുകൾ ജലസേചനം, ഭവന നിർമ്മാണം അഥവാ അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൗസിംഗ്. അപ്പോൾ ജലസേചനം അതുപോലെ തന്നെ ഭവന നിർമ്മാണം അഥവാ ഹൗസിംഗ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു മോൻസ് ജോസഫ്. അപ്പോൾ മോൻസ് ജോസഫ് ജലസേചനവും ഹൗസിംഗും എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. ദെൻ അടുത്തത് യെസ് നമ്മൾ 21 മന്ത്രിമാർ അല്ലേ, വളരെ കൃത്യമായി VD സതീശൻ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 21 പേരെയും വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ പറഞ്ഞ് സെറ്റാക്കി. ഓരോരുത്തരെയും നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞ് സെറ്റാക്കി അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് 16-ാം കേരള നിയമസഭയും അതിൻ്റെ മന്ത്രിമാരെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞ് സെറ്റാക്കി അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് പൂർണ്ണമായും പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റൊരു സെഷനുമായി നമുക്ക് കണ്ടുമുട്ടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷനുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.